ഒരു കാര്യമില്ലാതെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് പീനട്ട് ബട്ടർ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ കണ്ടത്. എന്നാൽ പിന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേക്കാമെന്ന് വെച്ചു. കാരണം അത് വളരെ ഈസിയാണ്. നമുക്കതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അറിയാം. അതിനകത്ത് പാം ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അതൊക്കെ ചേർത്തും അതുപോലെ ഷുഗർ ചേർത്തും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേരുന്നില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പീനട്ട്സ് എടുക്കാം. അപ്പോൾ പീനട്ട്സ് ഏറ്റവും നല്ല ക്വാളിറ്റിയുടെ കിട്ടുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. പക്ഷേ എനിക്കിവിടെ കിട്ടിയത് ഇതാണ്. നല്ലതാണോ എന്നൊന്നും നോക്കാനും എനിക്കറിയാൻ മേല. എന്തായാലും നല്ലതാണെന്ന് തന്നെ വിശ്വസിക്കാം. പിന്നെ ആ വീഡിയോയിൽ കണ്ടതാണ്. നമ്മളിത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വഴിയുണ്ട്. പീനട്ട്സ് എടുത്തിട്ട് ഇങ്ങനെ ഒരു കല്ലിലോ എവിടെയെങ്കിലും വെച്ചിട്ട് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്ത് നോക്കണം. എന്നിട്ട് ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു ഓയിൽ പോലെ ഇറങ്ങി വരും. അപ്പോൾ അങ്ങനെ ഓയിൽ വരുവാണെങ്കിൽ ഇത് കണ്ടോ, ഇതിനകത്തുനിന്ന് ശരിക്കും ഓയിൽ വരുന്നുണ്ട്. അത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല, പക്ഷെ ഓയിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നല്ലതാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഈ പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആദ്യമേ നമ്മൾ ഓവൻ ഉള്ളവരാണെങ്കിൽ ഒരു 150 ഡിഗ്രിയിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഒരു 20 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതാണ് ഒരു രീതി. ഇപ്പോൾ ഓവനില്ലെങ്കിൽ നമുക്ക് പാനിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ പാൻ വെച്ചിട്ട് ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് പീനട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ എന്തായാലും വെക്കരുത്. എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയെല്ലാം കരിഞ്ഞ് പിടിക്കും. അപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടറിന് കരിഞ്ഞ ചുവ അല്ലെങ്കിൽ ചെറിയ കയ്പ്പ് വരും. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ നോക്കുവാണെങ്കിൽ അറിയാം, അതിൻ്റെ തൊലി ചെറുതായിട്ട് പൊളിഞ്ഞ് പോരുവാണെങ്കിൽ അതാണ് പാകം. അപ്പോൾ നല്ലപോലെ ഇത് കണ്ടോ പൊളിഞ്ഞ് പോരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ആകെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയ പണി ഇതിൻ്റെ തൊലി കളയുക എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ട് ചൂടാറി തുടങ്ങുമ്പോൾ ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഞെരിച്ച് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒരു അരിപ്പ പോലെയുള്ള സംഭവമുണ്ട്. നമുക്ക് തൊലി അതിൽ അരിച്ചെടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ ചെയ്യാവുന്നത് നമ്മൾ മിക്സിയുടെ ജാറിനകത്തേക്ക് കടല ഇട്ട് കൊടുക്കുക. നമ്മൾ തൊലി കളഞ്ഞെടുത്ത കടല ഇട്ട് കൊടുത്തിട്ട് പൾസ് മോഡിൽ ക്രഷ് ചെയ്തെടുക്കണം. പെട്ടെന്ന് അങ്ങ് അരയ്ക്കേണ്ട, ചെറുതായിട്ട് പൾസ് മോഡിൽ ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏകദേശം 1 സ്പൂൺ നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ചോക്ലേറ്റി ടേസ്റ്റും കൂടെ ഇതിന് കിട്ടും. എന്നിട്ട് വീണ്ടും ചെറുതായിട്ട് നമ്മൾ പൾസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് പൊടിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേൻ ചേർക്കാം. ഷുഗർ ചേർക്കുന്നില്ല, കാരണം നമ്മളിപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കോൺസെപ്റ്റിലാണോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് പിന്നെ ഷുഗർ ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം മധുരത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് തേനും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സിയിൽ ഇട്ടെന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുക്കുമ്പോഴത്തേക്കും അത് പതുക്കെ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ അത്യാവശ്യം ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
പിന്നെ ചെറിയ ചില പീസൊക്കെ അതിനകത്ത് അരയാതെയും കിടപ്പുണ്ട്. അപ്പോൾ അത് അങ്ങനെ കിടന്നോട്ടെ എന്ന് ഞാൻ വെച്ചു. കാരണം എനിക്കിഷ്ടമാണ് ഇങ്ങനെ പീനട്ട് ബട്ടർ നമ്മൾ ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്നത് ഒരു രസമല്ലേ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ കിടന്നോട്ടെ എന്ന് വെച്ചു. എന്നിട്ട് ഞാനതൊരു ജാറിലേക്ക് മാറ്റി. അപ്പോൾ ഇത് നമുക്ക് 1 മാസമൊക്കെ വരെ പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. 1 മാസത്തിൽ കൂടുതലാണെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. കാരണം നമ്മൾ ഇതിനകത്ത് യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടില്ലല്ലോ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പറയാൻ നല്ല ചോക്ലേറ്റി പീനട്ടിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബ്രെഡിലാണെങ്കിലോ ഷേക്കിലാണെങ്കിലോ ഒക്കെ ചേർത്ത് കഴിക്കാം. അപ്പോൾ അറിയാമല്ലോ പീനട്ട്സ് നമുക്ക് പ്രോട്ടീൻ കിട്ടാനുള്ള ഒരു നല്ല വഴി. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.